ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ തമ്പനയിൽ കണ്ടതുപോലെ തന്നെ നമുക്കെല്ലാവർക്കും പരിചയമുള്ള രണ്ട് വാക്കുകളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്ന് ഈച്ച് അതർ, അതുപോലെ തന്നെ വൺ അനദർ. ഈച്ച് അതർ, വൺ അനദർ. ഒരു പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിൻ്റെ അർത്ഥം അറിയായിരിക്കും. ഈച്ച് അതർ എന്ന് പറഞ്ഞാൽ അന്യോന്യം, പരസ്പരം എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ വൺ അനദർ എന്ന് പറഞ്ഞാലും സെയിം മീനിങ് തന്നെയാണ്, അന്യോന്യം, പരസ്പരം. പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഈ രണ്ട് വാക്കുകളും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പായി ഈ വീഡിയോ നിങ്ങൾ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. കുറച്ച് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ നിങ്ങൾ മറന്നു പോകും. നിങ്ങളുടെ ലൈക്കാണ് നമ്മുടെ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത്. ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ഈച്ച് അതർ ആൻഡ് വൺ അനദർ. ഈച്ച് അതർ ആൻഡ് വൺ അനദർ. ഈ രണ്ട് വാക്കുകളുടെയും അർത്ഥം എന്ന് പറയുന്നത് ഒന്ന് തന്നെയാണ്, അന്യോന്യം, പരസ്പരം, അങ്ങോട്ടും ഇങ്ങോട്ടും. ഇത് തന്നെയാണ് ഈ രണ്ട് വാക്കുകളുടെയും ഈ രണ്ട് ഉപയോഗങ്ങളുടെയും അർത്ഥം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, എന്നാൽ ഇത് പറയുന്ന സ്ഥലങ്ങളിലെല്ലാം ഇതിലേതെങ്കിലും ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മറിച്ചൊക്കെ ഉപയോഗിച്ചുകൂടെ, തെറ്റൊന്നുമില്ലല്ലോ, രണ്ടും ഒരേ അർത്ഥം തന്നെയല്ലേ എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒരു തിരുത്തുണ്ട്. കാരണം ഇത് രണ്ടും നമ്മൾ ഉപയോഗിക്കുന്നത് സെയിം സ്ഥലങ്ങളിലല്ല, ഡിഫറൻസ് ഉണ്ട് എന്നുള്ളതാണ്. അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, ആദ്യം നമുക്ക് ഈച്ച് അതർ വെച്ചിട്ട് കുറച്ച് എക്സാമ്പിളുകൾ പറഞ്ഞു നോക്കാം. എവിടെയാണ് ഇത് ഉപയോഗിക്കുക എന്നുള്ളതും പറയാം. ഓക്കെ, ആദ്യം തന്നെ പറയാം, ഈച്ച് അതർ എന്നുള്ള വേർഡ്സ് നമ്മൾ ഉപയോഗിക്കുന്നത് രണ്ട് പേർ പരസ്പരം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. രണ്ട് ആളുകൾ പരസ്പരം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈച്ച് അതർ ഉപയോഗിക്കുന്നത്. അവിടെ രണ്ടാളുകൾ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ എന്നൊരു വ്യവസ്ഥ ഉണ്ട് എന്നുള്ളതാണ്. രണ്ടാളുകൾ, ഉദാഹരണം പറയുകയാണ് ജാക്ക് ആൻഡ് റോസ്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ജാക്ക് ആൻഡ് റോസ്, അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്നിടത്ത് നമ്മൾ ഉപയോഗിക്കേണ്ടത് ഈച്ച് അതർ എന്നുള്ള വേർഡാണ്. അപ്പോൾ ജാക്ക് ആൻഡ് റോസ് ലവ് ഈച്ച് അതർ. ജാക്ക് ആൻഡ് റോസ് ലവ് ഈച്ച് അതർ. ജാക്കും റോസും അന്യോന്യം അല്ലെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. ജാക്ക് ആൻഡ് റോസ് ലവ് ഈച്ച് അതർ. ഈച്ച് അതർ, അവിടെ ഈച്ച് അതർ എന്നാണ് നമ്മൾ ഉപയോഗിച്ചത്. കാരണം അവിടെ ജാക്ക് ആൻഡ് റോസ് ഇവർ രണ്ടുപേരും മാത്രമാണുള്ളത്. ഈ രണ്ടുപേരായതുകൊണ്ട് തന്നെ നമ്മളവിടെ ഈച്ച് അതർ എന്നുള്ളത് ഉപയോഗിച്ചു എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾ നോക്കാം, എങ്ങനെയാണ് ഈച്ച് അതർ വരുന്നത് നോക്കാം. ഇപ്പോൾ ഇങ്ങനെ പറയാണ്, പ്രിയയും ഫാത്തിമയും മത്സരം വിജയിക്കാൻ വേണ്ടിയിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കുന്നു, സപ്പോർട്ട് ചെയ്യുന്നു, ഹെൽപ്പ് ചെയ്യുന്നു എന്ന് പറയാണ്. പ്രിയയും ഫാത്തിമയും മത്സരം വിജയിക്കാൻ വേണ്ടി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറയാണ്. ഇവിടെ പ്രിയയും ഫാത്തിമയും ആയതുകൊണ്ട് തന്നെ അവിടെ പരസ്പരം എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഈച്ച് അതർ എന്നുള്ള ആ വേർഡുകൾ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്, പ്രിയ ആൻഡ് ഫാത്തിമ സപ്പോർട്ട് ഈച്ച് അതർ. പ്രിയ ആൻഡ് ഫാത്തിമ സപ്പോർട്ട് ഈച്ച് അതർ ടു വിൻ ദ മാച്ച്. എന്തിന്? ടു വിൻ ദ മാച്ച്. മാച്ച് വിജയിക്കാൻ വേണ്ടി പ്രിയയും ഫാത്തിമയും സപ്പോർട്ട് ഈച്ച് അതർ, അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ, മറ്റൊരു എക്സാമ്പിൾ ഇങ്ങനെയാണ്, വി ബോത്ത് ക്യാൻ ഹെൽപ്പ് ഈച്ച് അതർ. വി ബോത്ത് ക്യാൻ ഹെൽപ്പ് ഈച്ച് അതർ. നമുക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സഹായിക്കാൻ കഴിയും എന്നാണ് പറഞ്ഞത്. വി ബോത്ത് ക്യാൻ ഹെൽപ്പ് ഈച്ച് അതർ. ബോത്ത് എന്ന് പറഞ്ഞാൽ രണ്ടുപേരും എന്നുള്ള അർത്ഥമാണ്, ബോത്ത്. ഓക്കെ, അപ്പോൾ വി ബോത്ത് ക്യാൻ ഹെൽപ്പ് ഈച്ച് അതർ, നമുക്ക് രണ്ടുപേർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കാം, ഹെൽപ്പ് ചെയ്യാം എന്നുള്ളതാണ്. അവിടെ നമ്മൾ ഈച്ച് അതർ എന്നുള്ളതാണ് ഉപയോഗിച്ചത്. ഓക്കെ, മറ്റൊരു എക്സാമ്പിൾ ഇങ്ങനെയാണ്. ഇപ്പം ഇങ്ങനെ പറയാണ്, ഇവിടെ ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്നത് ഞങ്ങളുടെ നിക് നെയിംസ് ആണെന്ന് പറയാണ്. ഇവിടെ വീട്ടിലായിരിക്കും, അവരുടേതായ ഒരു പ്രൈവറ്റ് പ്ലേസ് ആയിരിക്കാം. അപ്പോൾ അവിടെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്നത് നിക് നെയിംസ് ആണെന്ന് പറയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പറയാണ്, വി കോൾ ഈച്ച് അതർ ബൈ നിക് നെയിംസ് ഹിയർ. വി കോൾ ഈച്ച് അതർ ബൈ നിക് നെയിംസ് ഹിയർ. ഇവിടെ ഞങ്ങൾ പരസ്പരം അന്യോന്യം അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്നത് നിക് നെയിംസ് ആണെന്നാണ്. വി കോൾ ഈച്ച് അതർ ബൈ അവർ നിക് നെയിംസ് ഹിയർ. വി കോൾ ഈച്ച് അതർ ബൈ അവർ നിക് നെയിംസ് ഹിയർ. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് വൺ അനദർ എന്നുള്ളതാണ്. ഓക്കെ, ഈച്ച് അതർ മനസ്സിലാക്കിയ ആളുകൾക്ക് വൺ അനദർ പെട്ടെന്ന് മനസ്സിലാവുന്നതാണ്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഇതിൻ്റെ മീനിങ്ങും ഉപയോഗവും സെയിം തന്നെയാണ്.
പക്ഷേ ഉള്ളൊരു ഡിഫറൻസ് എന്ന് പറയുന്നത് ഇത്ര മാത്രമാണ്. രണ്ട് പേരെ കുറിച്ച് പറയുമ്പോൾ, രണ്ട് പേരുടെ കാര്യം പറയുമ്പോഴാണ് നമ്മൾ ഈച്ച് അതർ ഉപയോഗിക്കുന്നത് എങ്കിൽ, രണ്ടിൽ കൂടുതൽ എത്ര ആളുകളുണ്ടെങ്കിലും നമ്മൾ അവിടെ ഇതേ സാഹചര്യം പറയുകയാണെങ്കിൽ പറയേണ്ടത് വൺ അനദർ വെച്ചിട്ടാണ് നമ്മൾ പറയേണ്ടത് എന്നുള്ളതാണ്. ഒരുപാട് ആളുകളുണ്ട്, അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുന്നു, സഹായിക്കുന്നു, അന്യോന്യം സഹകരിക്കുന്നു എന്നൊക്കെ പറയുന്നിടത്ത് നമ്മൾ ഈച്ച് അതർ അല്ല പറയുന്നത്, പകരം നമ്മൾ വൺ അനദർ എന്നുള്ളതാണ് പറയുക. ഇതാണ് ഇവ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കൂടുതലൊന്നും പറയേണ്ടി വരില്ല. നമുക്ക് ഒന്ന് രണ്ട് എക്സാമ്പിളുകൾ മാത്രം നോക്കാം വൺ അനദർ വെച്ചിട്ട്. ഇപ്പോൾ ഒരുപാട് ആളുകൾ ഒരു ക്യാമ്പിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അവർ പറയാണ് വി ഹാവ് ടു ഹെൽപ്പ് വൺ അനദർ നൗ. വി ഹാവ് ടു ഹെൽപ്പ് വൺ അനദർ നൗ. ഞങ്ങൾക്കിപ്പോൾ ഓരോരുത്തർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സഹായിക്കേണ്ടതുണ്ട്. വി ഹാവ് ടു ഹെൽപ്പ് വൺ അനദർ നൗ. ഞങ്ങൾക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കേണ്ടതുണ്ട്. അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. അപ്പോൾ ആരും അതിൽ മടി കാണിച്ചിട്ട് കാര്യമില്ല. വി ഹാവ് ടു ഹെൽപ്പ് വൺ അനദർ നൗ. ഞങ്ങൾക്ക് എല്ലാവർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കേണ്ടതുണ്ട്. അവിടെ ഈച്ച് അതർ പറയാതിരുന്നത് അവിടെ രണ്ടിൽ കൂടുതൽ ഒരുപാട് ആളുകളുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. ഓക്കെ, മറ്റൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. They began to fight one another. They began to fight one another. അവരങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി, കലഹിക്കാൻ തുടങ്ങി. അവരെന്ന് പറയുന്നത് ഒരുപാട് ആളുകളുണ്ട്. അത് ഒരു ആർമി ആയിരിക്കാം, ഒരു സമൂഹമായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, കുറച്ച് ആളുകളായിരിക്കും. രണ്ടിൽ കൂടുതൽ ആളുകൾ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. They began to fight one another. They began to fight one another. അതേപോലെ തന്നെ പറയാണ് we are a team now. We are a team now. ഞങ്ങളെല്ലാവരും ഇപ്പോൾ ഒരു ടീമാണ്. വി സപ്പോർട്ട് വൺ അനദർ. ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വി ആർ എ ടീം നൗ. ഞങ്ങളിപ്പോൾ ഒരു ടീമാണ്. വി സപ്പോർട്ട് വൺ അനദർ. ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ബി വെയർ, നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, അതുപോലെ തന്നെ മറ്റൊരു എക്സാമ്പിൾ ഇങ്ങനെയാണ്. ഇപ്പോൾ ഇങ്ങനെ പറയാണ് ക്ലാസ്സിലെ എല്ലാ കുട്ടികളും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അറിയാം. ക്ലാസ്സിലാകുമ്പോൾ ഒരുപാട് കുട്ടികൾ, 19 കുട്ടികളുണ്ടാവുമെന്ന് വിചാരിക്കുക. അവർക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാമെന്ന് പറയാണ്. ക്ലാസ്സിലെ എല്ലാ കുട്ടികൾക്കും അന്യോന്യം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം എന്ന് പറയുകയാണെങ്കിൽ ഇങ്ങനെയാണ് ഓൾ ദി സ്റ്റുഡൻസ് ഇൻ ദി ക്ലാസ് നോ വൺ അനദർ. ഓൾ ദി സ്റ്റുഡൻസ് ഇൻ ദി ക്ലാസ് നോ വൺ അനദർ. ക്ലാസ്സിലെ എല്ലാ കുട്ടികൾക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാമെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈച്ച് അതർ അതുപോലെ തന്നെ വൺ അനദർ എന്നുള്ള രണ്ട് രീതികൾ നമ്മൾ ഉപയോഗിക്കുന്നത്. രണ്ടിൻ്റെയും മീനിങ്ങും ഉപയോഗവും ഒന്ന് തന്നെയാണ്. ഇവ തമ്മിലുള്ള പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഈച്ച് അതർ നമ്മൾ ഉപയോഗിക്കുന്നത് രണ്ട് പേരെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണെങ്കിൽ വൺ അനദർ നമ്മൾ ഉപയോഗിക്കുന്നത് രണ്ടിൽ കൂടുതൽ എത്രയും ആളുകളെ കുറിച്ച് അവർ അന്യോന്യം അവർ പരസ്പരം എന്ന് പറയുന്നിടത്താണ് നമ്മൾ വൺ അനദർ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായിട്ടുണ്ടാകും. ആ ഡൗട്ട് അവിടെ തീർന്നിട്ടുണ്ടാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. മറ്റൊരു യൂസ്ഫുൾ ആയ വീഡിയോയുമായി നമുക്ക് വീണ്ടും